and welcome to a new session with English Ladder. ഇന്ന് നമ്മുടെ സെഷൻ പറയുന്നത് ഒരു മ്യൂസിക്കൽ സെഷനാണ്. അതായത് ഞാൻ പാട്ട് പാടാൻ പോണു എന്നല്ല. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് കുറച്ച് മ്യൂസിക് ഇഡിയംസിനെ കുറിച്ചാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് നമ്മുടെ ഇഡിയം എന്ന് പറയുന്നത് ബ്ലോ യുവർ ഓൺ ട്രംപറ്റ്. ബ്ലോ യുവർ ഓൺ ട്രംപറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറിച്ച് ഏത് നേരവും ബ്രാഗ് ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ ബ്ലോ യുവർ ട്രംപറ്റ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും പൊക്കി പറഞ്ഞിട്ടിരിക്കുക, ചുരുക്കത്തിൽ പറഞ്ഞാൽ തള്ളുക. ഓക്കെ, സോ അതിന് പറ്റുന്നൊരു സെൻറ്റൻസ് ഞാൻ പറയാം. ഐ ഹേറ്റ് പീപ്പിൾ ഹു ഓൾവേസ് ബ്ലോ ദിയർ ഓൺ ട്രംപറ്റ്. അതായത് ഏത് നേരവും ഇങ്ങനെ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്കെന്നല്ല, ആർക്കും ഇഷ്ടമാവില്ല അല്ലേ. സോ അതാണ് ബ്ലോ യുവർ ഓൺ ട്രംപറ്റ്. സെക്കൻഡ് വൺ, സിങ് എ ഡിഫറെൻറ്റ് ട്യൂൺ. സിങ് എ ഡിഫറെൻറ്റ് ട്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ നമുക്ക് നേരത്തെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, പക്ഷേ മേ ബി ബിക്കോസ് സംതിങ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ നമ്മുടെ അഭിപ്രായം അങ്ങ് മാറി. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ആസ് സൂൺ ആസ് Peter got promoted as the senior manager, his colleagues started singing a different tune. അതായത് പീറ്റർ സീനിയർ മാനേജർ ആയതിനു ശേഷം അവൻ്റെ കൊളീഗ്സിന് അവനോടുള്ള ഒരു അപ്രോച്ച് അങ്ങോട്ട് മാറി. ഓക്കെ, ഇതിന് മുമ്പ് മേ ബി അവർക്കൊരു മോശമായ അപ്രോച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരിക്കും. ബട്ട് as soon as he got promoted as a senior manager, എല്ലാം അങ്ങോട്ട് മാറി. ഓക്കെ, സോ ദാറ്റ് ഈസ് സിംഗിങ് എ ഡിഫറെൻറ്റ് ട്യൂൺ. ഓക്കെ, അടുത്തത് നമ്മുടെ തേർഡ് ഇഡിയം എന്ന് പറയുന്നത് ഫേസ് ദ മ്യൂസിക്. ഫേസ് ദ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ തന്നെ അനുഭവിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് ഡൺ സംതിങ് റോങ് യു ഹാവ് ടു ഫേസ് ദ മ്യൂസിക്. ഓക്കെ, നിങ്ങളത് ചെയ്ത് തെറ്റാണെങ്കിൽ യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടിയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫേസ് ദ മ്യൂസിക്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് മ്യൂസിക് ടു മൈ ഇയേഴ്സ്. അതായത് വളരെയധികം കേൾക്കാൻ ഇഷ്ടമുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ അത് നമുക്ക് കാതിൽ മ്യൂസിക്കായിട്ടാണ് വരുന്നത്. ഓക്കെ, the news of my promotion was music to my ears. The news of my promotion was music to my ears. ഞാൻ പ്രൊമോട്ടഡ് ആയി എന്ന് കേട്ടപ്പോൾ അതെനിക്ക് ഒരു പാട്ട് പോലെ മധുരമായിരുന്നു ഇല്ലേ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. സോ ദാറ്റ് ഈസ് മ്യൂസിക് ടു മൈ ഇയേഴ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റിങ് എ ബെൽ. ഈ റിങ് എ ബെല്ലിന് ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്തിരിക്കുകയെന്ന് വെച്ചോ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്ഥലമോ ഒരു പേരോ കേൾക്കുമ്പോൾ നമ്മൾ പറയും, പക്ഷേ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഷോ അങ്ങോട്ട് കിട്ടുന്നില്ല. ആ പറയുന്നതിനെ തന്നെയാണ് റിങ് എ ബെൽ എന്ന് പറയുന്നത്. ഓക്കെ, സൗണ്ട്സ് ഫെമിലിയർ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഹിസ് നെയിം റിങ്സ് എ ബെൽ ബട്ട് ഐ കാൺട്ട് റിമെമ്പർ വെർ ഐ ഹേർഡ് ഇറ്റ് ബിഫോർ. ഹിസ് നെയിം റിങ്സ് എ ബെൽ ബട്ട് ഐ കാൺട്ട് റിമെമ്പർ വെർ ഐ ഹേർഡ് ഇറ്റ് ബിഫോർ. അവൻ്റെ പേര് കേൾക്കുമ്പം എനിക്ക് എവിടെയോ ഓർമ്മ കിട്ടുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല, എവിടെയാണ് കേട്ടെന്നുള്ളത് അങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, സോ അതാണ് റിങ് എ ബെൽ. അപ്പോൾ ഈ പറഞ്ഞ 5 ഇഡിയംസും നമ്മുടെ മ്യൂസിക് ഇഡിയംസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആസ് ഐ കീപ് ടെല്ലിങ് ഓൾ ദ ടൈം, please practice and use it in your daily conversations. നിങ്ങളുടെ ഇംഗ്ലീഷിനെ ഇംപ്രൂവ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. So that's it for today. Enjoy learning. Stay safe. I'll see you soon in another video. Bye bye.